എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബംഗാൾ വിഭജനത്തെക്കുറിച്ചാണ്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ കാണുന്നവർ താഴെയുള്ള ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഈ ബംഗാൾ തന്നെയായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രമായി കണക്കാക്കുന്നത്. ബംഗാൾ വിഭജിച്ച വർഷം 1905 ജൂലൈ 20-ന്. 1905 ജൂലൈ 20-നാണ് ബംഗാൾ വിഭജിച്ചത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ പ്രധാന ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് കൈസൻ പ്രഭുവാണ്. കൈസൻ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയ് മിന്റോ രണ്ടാമനും അതേപോലെ ഇന്ത്യയുടെ സെക്രട്ടറി ലോർഡ് ബ്രോഡിക്കും INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയുമായിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നുപോകും എന്നഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നത് റിസ്ലെ ആയിരുന്നു. ആഭ്യന്തര സെക്രട്ടറി റിസ്ലെ ആണ്. ബംഗാൾ വിഭജനത്തിന്റെ ഫലമായി പുതുതായി 2 പ്രവിശ്യകൾ രൂപം കൊണ്ടു. അതിൽ ഒന്നാമത്തേത് പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, ബീഹാർ എന്നിവയായിരുന്നു. ഇവിടെ ഹിന്ദുക്കളായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇതിന്റെ തലസ്ഥാനമായി കണക്കാക്കപ്പെട്ടത് കൽക്കട്ടയാണ്. രണ്ടാമത്തെ പ്രവിശ്യ കിഴക്കൻ ബംഗാൾ, അസം. ഇവിടെ മുസ്ലിങ്ങളായിരുന്നു ഭൂരിപക്ഷമായി ഉണ്ടായിരുന്നത്. ഇതിന്റെ തലസ്ഥാനം ധാക്കയാണ്. ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ 16-ാം തീയതി. ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ 16-ന് രാഖി ബന്ധൻ അല്ലെങ്കിൽ രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച കവിതയാണ് അമർ സോനാർ ബംഗ്ല. നിലവിൽ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് ഇത്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ വൈസ്രോയ് ഹാർഡിഞ്ച് പ്രഭു രണ്ടാമനായിരുന്നു. ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് BN ദർ ആയിരുന്നു. ബംഗാൾ വിഭജനവും വിഭജന വിരുദ്ധ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയ മാറ്റം അറിയപ്പെടുന്നത് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്